അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് മൂവ്മെൻറ്റ്, വാല്യൂസ് ആൻഡ് ആക്ഷൻ. മൂവ്മെൻറ്റ്, വാല്യൂസും ആക്ഷനും. എന്തൊക്കെയാണ് മൂവ്മെൻറ്റ്, വാല്യൂസിനെ കുറിച്ചും ആക്ഷനെ കുറിച്ചും ഈ ടോപ്പിക്കിലൂടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൂവ്മെൻറ്റ്, വാല്യൂസ് ആൻഡ് ആക്ഷൻ. വാല്യൂസ് ഒറിജിനേറ്റ് ഫ്രം culture and the received wisdom of generation. They may change to some extent with wider social interaction, but some core value always remain. അതായത് മൂല്യങ്ങൾ ഉത്ഭവിക്കുന്നത് സംസ്കാരത്തിൽ നിന്നും തലമുറകളുടെ ജ്ഞാനത്തിൽ നിന്നുമാണ്. Value originate from culture and receive wisdom of generation. മൂല്യങ്ങൾ വാല്യൂ ഒറിജിനേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഉത്ഭവിക്കുന്നത്. മൂല്യങ്ങൾ ഉത്ഭവിക്കുന്നത് സംസ്കാരത്തിൽ നിന്നും. മൂല്യങ്ങൾ വാല്യൂ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എവിടെ നിന്നാണ്? കൾച്ചറിൽ നിന്നും. അതേപോലെ തന്നെ തലമുറകളുടെ ജനറേഷൻ്റെ എന്തിൽ നിന്നുമാണ് എന്നാ പറയുന്നത്? ജ്ഞാനത്തിൽ നിന്നുമാണ്. അപ്പോൾ മൂല്യങ്ങൾ ഉത്ഭവിക്കുന്നത് സംസ്കാരത്തിൽ നിന്നും ജനറേഷൻ്റെ അഥവാ തലമുറകളുടെ ജ്ഞാനത്തിൽ നിന്നുമാണ്. അപ്പോൾ വാല്യൂ ഒറിജിനേറ്റ് ഫ്രം കൾച്ചർ ആൻഡ് റിസീവ് വിസ്ഡം ഓഫ് ജനറേഷൻ. വാല്യൂ ഒറിജിനേറ്റ് ചെയ്യുന്നത് സംസ്കാരത്തിൽ നിന്നും അതേപോലെ തന്നെ റിസീവ്ഡ് വിസ്ഡം ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ്റെ ജ്ഞാനത്തിൽ നിന്നുമാണ് അഥവാ തലമുറകളുടെ ജ്ഞാനത്തിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? മൂല്യങ്ങൾ ഉത്ഭവിക്കുന്നത്. അതേപോലെ പിന്നെന്താണ് അവിടെ പറയുന്നത്? They may change to some extent with wider social interaction, but some core value always remain. വിശാലമായ സാമൂഹിക ഇടപെടലുകൾക്കൊപ്പം അവ ഒരു പരിധി വരെ എന്ത് ചെയ്യപ്പെടാം? മാറിയേക്കാം. സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹിക ഇടപെടൽ. സോഷ്യൽ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികമായ ഇടപെടൽ. അപ്പം ഇത്തരത്തിലുണ്ടാകുന്ന സാമൂഹിക ഇടപെടലുകൾ ഒരു പരിധി വരെ എന്തിനെ മാറ്റിയേക്കാം? മൂല്യത്തെ മാറ്റിയേക്കാം. സോഷ്യൽ ഇൻ്ററാക്ഷൻ ഒരു പരിധി വരെ എന്തിനെ മാറ്റിയേക്കാം? സാമൂഹിക ഇടപെടൽ ചിലപ്പോൾ ഒരു പരിധി വരെ മൂല്യത്തെ മാറ്റത്തിന് മൂല്യമാറ്റം സംഭവിക്കാൻ കാരണമാകുന്നു. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? The shift in value may affect the way in which a person asks prices for certain goal. അതായത് ചില അടിസ്ഥാന മൂല്യങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കും. The shift in value may affect the way in which a person appraises certain goal. അതേപോലെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബട്ട് സം കോർ വാല്യൂ ആൾവേസ് റിമെയിൻ എന്നും പറയുന്നുണ്ട്. കോർ വാല്യൂ ആൾവേസ് റിമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില അടിസ്ഥാന മൂല്യങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കും. പിന്നെന്താ അവിടെ പറയുന്നത്? ദ ഷിഫ്റ്റ് ഇൻ വാല്യൂ മേ അഫക്ട് ദ വേ ഇൻ വിച്ച് എ പേഴ്സൺ ആസ്ക്സ് പ്രൈസസ് ഫോർ സർട്ടൻ ഗോൾ. അതായത് ചില അടിസ്ഥാന മൂല്യങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കും. എന്നാൽ മൂല്യങ്ങളിൽ മാറ്റം ഒരു വ്യക്തി ചില ലക്ഷ്യങ്ങൾക്കായി ആഗ്രഹിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം. മൂല്യങ്ങളിലെ മാറ്റം ഒരു വ്യക്തി ചില ലക്ഷ്യങ്ങൾക്കായി ആഗ്രഹിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം. അപ്പം എന്താ അവിടെ പറയുന്നത്? മൂല്യങ്ങൾ ഉത്ഭവിക്കുന്നത് സംസ്കാരത്തിൽ നിന്നും അതേപോലെ തന്നെ കൾച്ചറിൽ നിന്നും ജനറേഷൻ്റെ ജ്ഞാനത്തിൽ നിന്നുമാണ്, ജനറേഷൻ്റെ അറിവിൽ നിന്നുമാണ്. അതേപോലെ തന്നെ വിശാലമായ സാമൂഹിക ഇടപെടലുകൾക്കൊപ്പം അവ ഒരു പരിധി വരെ മാറിയേക്കാം. പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? They may change to some extent with wider social interaction. വിശാലമായ സാമൂഹിക ഇടപെടലുകൾക്കൊപ്പം തരത്തിലുള്ള മൂല്യങ്ങളിൽ എന്ത് സംഭവിക്കാം? മാറ്റം സംഭവിക്കാം. അതേപോലെ തന്നെ but some core value always remain. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ചില അടിസ്ഥാന മൂല്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യപ്പെടാം? നിലനിൽക്കുന്നു. പിന്നെ അത് മാത്രമല്ല
The shift in value may affect the way in which a person aspires for certain goal. അതായത് ചില മൂല്യങ്ങളിലെ മാറ്റം ഒരു വ്യക്തി ചില ലക്ഷ്യങ്ങൾക്കായി ആഗ്രഹിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം. മൂല്യങ്ങളിലെ മാറ്റം എന്തിനെ ബാധിക്കാം എന്നാ പറയുന്നത്? ഒരു വ്യക്തി ചില ലക്ഷ്യങ്ങൾക്കായി ആഗ്രഹിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം. The shift in value may affect the way in which a person aspires for certain goal. അതായത് മൂല്യങ്ങളിലെ മാറ്റം ഒരു വ്യക്തി ചില ലക്ഷ്യങ്ങൾക്കായി ആഗ്രഹിക്കുന്ന രീതിയെ ബാധിച്ചേക്കാം. എക്സാമ്പിൾ, അവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. One may grow up with putting a high value on education, but later in life it may shift towards a higher value towards acquisition of wealth. എന്താണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? ഒരാൾ വിദ്യാഭ്യാസത്തിന് ഉയർന്ന മൂല്യം നൽകി വളർന്നേക്കാം. ഇപ്പൊ മൂല്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. ഒരാൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഉയർന്ന മൂല്യം നൽകി വളർന്നേക്കാം, പക്ഷെ പിന്നീട് ജീവിതത്തിൽ അത് സമ്പത്ത് സമ്പാദിക്കാനുള്ള ഉയർന്ന മൂല്യത്തിലേക്ക് മാറിയേക്കാം. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് ഉയർന്ന മൂല്യം നൽകുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ സമ്പത്ത് സമ്പാദിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, മൂല്യത്തിന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരാൾ ഒരു വിദ്യാഭ്യാസത്തിന് ഉയർന്ന മൂല്യം നൽകി വളർന്നേക്കാം, പക്ഷെ പിന്നീട് ജീവിതത്തിൽ അത് സമ്പത്ത് സമ്പാദിക്കാനുള്ള മൂല്യത്തിലേക്ക് മാറിയേക്കാം. ചില പ്രവർത്തികൾ, അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്? ചില പ്രവർത്തികൾ അവിടെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചില പ്രവർത്തികൾ ആന്തരികവൽക്കരിച്ച മൂല്യങ്ങളാൽ യാന്ത്രികമായി ന്യായീകരിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ചില പ്രവർത്തികൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു എന്നാ പറയുന്നത്? ചില പ്രവർത്തികൾ ആന്തരികവൽക്കരിച്ച മൂല്യങ്ങളാൽ യാന്ത്രികമായി ന്യായീകരിക്കപ്പെടുന്നു. അതേപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയാണ്, a person is more likely to be affected and undergo a change in values by someone having more authority, either person or institution. അതായത് ഒരു വ്യക്തിയെ, സെക്കൻഡ് പാരഗ്രാഫാണ് ഇനി പറയുന്നത്. A person is more likely to be affected and undergo a change in values by someone having more authority, either person or institution. ഒരു വ്യക്തിയെ സ്വാധീനിക്കാനും മൂല്യങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യത കൂടുതലാണ്. A person is more likely to be affected, ഒരു വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കാനും undergo a change in value, മൂല്യങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനും മൂല്യങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ പിന്നെന്താണ് പറയുന്നത്? ഹാവിങ് മോർ അതോറിറ്റി എയ്തർ എ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനും മൂല്യങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ അധികാരമുള്ള ഒരാൾ, ഉദാഹരണം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. കൂടുതൽ അധികാരമുള്ള ഒരാളെ സ്വാധീനിക്കാനും അയാളിൽ മാറ്റം വരുത്താനുമുള്ള സാധ്യത കൂടുതലാണ് എന്നാ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ ഇൻ സ്കൂൾ, എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, the more legitimacy a force has, the greater influence it is likely to have. Legitimacy is bestowed by society. ഉദാഹരണത്തിന് സ്കൂളിലെ അധ്യാപകൻ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാപനം, അങ്ങനെയുള്ള ഒരാൾ ഒരു സ്രോതസ്സിന് എത്രത്തോളം നിയമസാധുതയുണ്ടോ അത്രത്തോളം അതിനെ സ്വാധീനം ഉണ്ടാക്കുന്നു. നിയമസാധുത സമൂഹം നൽകുന്നു. അപ്പോ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ ഇത്ര നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു വ്യക്തിയെ സ്വാധീനിക്കാനും മൂല്യങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യത കൂടുതലാണ് കൂടുതൽ അധികാരമുള്ള ഒരാൾക്ക്. അതിനുദാഹരണമാണ്
സ്കൂളിലെ ഒരു അധ്യാപകർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാപനം അങ്ങനെയുള്ള ഒരാൾ ഒരു സ്രോതസ്സിന് എത്രത്തോളം നിയമസാധുതയുണ്ടോ അത്രത്തോളം അതിനെ സ്വാധീനമുണ്ടാക്കാൻ അവർക്കത് സാധിക്കുന്നു. ആൻഡ് ദെൻ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ട്രഡീഷണൽ വാല്യൂ ഷുഡ് എ ലെജിറ്റിമേഷൻ വിച്ച് ഈസ് ടൈം ടെസ്റ്റഡ്. ട്രഡീഷൻ ഹാവ് എ ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ് ആൻഡ് എ ടെസ്റ്റ്. പരമ്പരാഗത മൂല്യങ്ങൾക്ക് ഒരു നിയമസാധുതയുണ്ട്. ട്രഡീഷണൽ വാല്യൂ ഹോൾഡ് എ ലെജിറ്റിമേഷൻ. ലെജിറ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയമസാധുത. ട്രഡീഷണൽ വാല്യൂ പരമ്പരാഗത മൂല്യം. ട്രഡീഷണൽ വാല്യൂവിന് എന്തുണ്ട്? ലെജിറ്റിമേഷൻ ഉണ്ട്, നിയമസാധുതയുണ്ട്. പരമ്പരാഗത മൂല്യങ്ങൾക്ക് നിയമസാധുതയുണ്ട്. പിന്നെന്താ അവിടെ പറയുന്നത്? വിച്ച് ഈസ് ടൈം ടെസ്റ്റഡ്. അതൊരു അത് കാലക്രമേണ എന്ത് ചെയ്യപ്പെടുന്നു? കാലക്രമേണ പരിശോധിക്കപ്പെടുന്നു. ഇപ്പൊ ട്രഡീഷണൽ വാല്യൂസിന് ലെജിറ്റിമേഷൻ ഉണ്ട്. ട്രഡീഷണൽ വാല്യൂ പറഞ്ഞാൽ എന്താ? പരമ്പരാഗത മൂല്യങ്ങൾക്ക് നിയമസാധുതയുണ്ട്. അത് കാലക്രമേണ എന്ത് ചെയ്യപ്പെടുന്നു? ടെസ്റ്റഡ്, പരിശോധിക്കുന്നു. ട്രഡീഷൻ ഹാവ് എ ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ് ആൻഡ് എ ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യങ്ങൾക്കൊരു ചരിത്ര സന്ദർഭവും ഒരു പാഠവും ഉണ്ട്. അതേപോലെ തന്നെ ട്രഡീഷൻ ഹാവ് എ ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ് ആൻഡ് ടെസ്റ്റ്. അതേപോലെ തന്നെ ട്രഡീഷൻ പാരമ്പര്യങ്ങൾക്ക് ഒരു ചരിത്ര സന്ദർഭവും ഉണ്ട്, ഒരു പാഠവും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബോമാന്റെ വാല്യൂ ആൻഡ് ആക്ഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേട്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ടെസ്റ്റിൽ മാർക്ക് ചെയ്യുക. എത്ര ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾക്ക് ബോമാന്റെ സോഷ്യോളജിക്കൽ ഐ എന്താ എന്ന് നോക്കാം. ബോമാൻ സോഷ്യോളജിക്കൽ ഐനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. The sociological eye is the proposition put forward by Bauman about developing a sense of analyzing what is going around us with a more critical and evaluative perspective. എന്താ അവിടെ പറയുന്നത്? The sociological eye. എന്താണ് സോഷ്യോളജിക്കൽ ഐ എന്നുകൊണ്ട് ഇവിടെ പറയുന്നത്? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ വിമർശനാത്മകവും വിലയിരുത്തൽപരവുമായ വീക്ഷണകോണിലൂടെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ബോധം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ബൂമാൻ മുന്നോട്ട് വെച്ച സമൂഹശാസ്ത്രപരമായ രീതിയാണ് സോഷ്യോളജിക്കൽ ഐ. ഇപ്പൊ എന്താണ് സോഷ്യോളജിക്കൽ ഐ? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ വിമർശനാത്മകവും വിലയിരുത്തൽപരവുമായ വീക്ഷണകോണിലൂടെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ബോധം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ബൗമാൻ മുന്നോട്ട് വെച്ച സാമൂഹ്യശാസ്ത്രപരമായ സിദ്ധാന്തമാണ് സോഷ്യോളജിക്കൽ ഐ. ഇപ്പൊ സോഷ്യോളജിക്കൽ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളേനെ നമുക്ക് നമ്മുടെ സമൂഹത്തില് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളേനൊക്കെ എങ്ങനെയാണ് വിമർശനാത്മകവും ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വിമർശനാത്മകവും ഇവാലുവേറ്റ് വിലയിരുത്തൽപരവുമായ വീക്ഷണകോണിലൂടെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ബോധം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് ബോമാൻ മുന്നോട്ട് വെച്ച തിയറിയാണ് ദ സോഷ്യോളജിക്കൽ ഐ. അടുത്ത ടോപ്പിക്കാണ് മിൽസ് ഫിലോസഫീസ് ഓഫ് സയൻസ്. മിൽസിന്റെ ശാസ്ത്ര തത്വശാസ്ത്രങ്ങൾ. മിൽസ് എന്തൊക്കെയാണ്? ഫിലോസഫി പറഞ്ഞാൽ തത്വശാസ്ത്രത്തിലൂടെ സയൻസിനെ എങ്ങനെയാണ് മിൽസ് നിർവചിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. There is a confusion regarding the relationship between science and social sciences, as the former is supposed to be objective and rigid in its procedure, and the latter is supposed to be more open and liberal in its application. ശാസ്ത്രവും
സാമൂഹിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. There is a confusion regarding the relationship between science and social science. ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വെറും സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രം. അപ്പൊ ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് നിലനിൽക്കുന്നുണ്ട്? ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അതിന്റെ നടപടിക്രമത്തിൽ വസ്തുനിഷ്ഠവും കർക്കശവുമാണെന്ന് കരുതപ്പെടുന്നു. അതിന്റെ കാരണമായിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? റിജിഡ്, സപ്പോസ്ഡ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് റിജിഡ് ടു ഈസ് പ്രൊസീജിയർ. അതിന്റെ നടപടിക്രമത്തിൽ, അതിന്റെ പ്രൊസീജിയറിലെ വസ്തുനിഷ്ഠവും കർക്കശവുമാണെന്ന് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത്? ഈ സപ്പോസ്ഡ് ടു ബി മോർ ഓപ്പൺ ആൻഡ് ലിബറൽ ഇൻ ഈസ് അപ്ലിക്കേഷൻ. അതിന്റെ പ്രയോഗത്തിൽ കൂടുതൽ തുറന്നതും ലിബറലുമാണെന്ന് കരുതപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രയോഗത്തില് എന്താണ്? അത് കൂടുതൽ തുറന്നതും ലിബറലും, ഓപ്പണും ലിബറലുമാണെന്ന് കരുതപ്പെടുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലെ ഒരു ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തില് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്, ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠവും കർക്കശവുമാണെന്ന് കരുതപ്പെടുന്നു, റിജിഡും പ്രൊസീജിയറുമാണെന്ന് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ അതിന്റെ പ്രയോഗത്തില് എങ്ങനെയാണ് എന്നാ പറയുന്നത്? അത് കൂടുതൽ ഓപ്പണും ലിബറലുമാണെന്ന് കരുതപ്പെടുന്നു. However, social analysts using the sociological imagination in the work have avoided any rigid procedure. പിന്നെന്താ അവിടെ പറയുന്നത്? എന്നിരുന്നാലും സാമൂഹിക വിശകലന വിദഗ്ധർ സമൂഹശാസ്ത്ര ഭാവന ഉപയോഗിച്ച് എന്തെങ്കിലും കർക്കശമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രല്ല, however, എന്നിരുന്നാലും സാമൂഹിക വിദഗ്ധർ സമൂഹശാസ്ത്രത്തില് എന്ത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്? കർക്കശമായ നടപടിക്രമങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. however, സോഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സോഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാമൂഹിക വിദഗ്ധർ, സോഷ്യോളജിസ്റ്റുകൾ. അപ്പൊ സാമൂഹിക വിദഗ്ധര് സോഷ്യോളജിയിൽ നിന്നും എന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്? റിജിഡ് പ്രൊസീജിയേഴ്സ്, കർക്കശമായ നടപടിക്രമങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? however, social analysts using the sociological imagination in the work have avoided any rigid procedures. എന്നിരുന്നാലും സാമൂഹിക ശാസ്ത്ര വിദഗ്ധർ, സോഷ്യൽ അനലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആരാണ്? സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധര് അല്ലെങ്കിൽ സാമൂഹിക വിശകലന വിദഗ്ധര് ഈ സോഷ്യോളജിയിൽ നിന്നും ഏതിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്? കർക്കശമായ നടപടിക്രമങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അവോയ്ഡഡ് എനി റിജിഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ സോഷ്യോളജിയിൽ നിന്നും സോഷ്യോളജിസ്റ്റുകൾ കർക്കശമായ നടപടിക്രമങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയണേ, മെത്തേഡ് ഹാവ് ടു ഡു ഫസ്റ്റ് ഓഫ് ഓൾ വിത്ത് ഹൗ ടു ആസ്ക് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ with some assurance that the answers are more or less durable. പിന്നെ എന്താണ് പറയുന്നത്? മെത്തേഡ് ഹാവ് ടു ഡു, രീതി ഒന്നാമതായി, ഫസ്റ്റ് ഓഫ് ഓൾ വിത്ത് ഹൗ ടു ആസ്ക് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ. ഇവിടെ മെത്തേഡ് എന്നതുകൊണ്ട് ഉത്തരങ്ങൾ കൂടുതലോ കുറവോ ഈട് നിൽക്കുന്നതാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ മെത്തേഡ് എന്നതുകൊണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെത്തേഡ് എന്നാ പറയുന്നത് ഉത്തരങ്ങൾ കൂടുതലോ കുറവോ
ഉത്തരങ്ങൾ കൂടുതലോ കുറവോ നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രീതി നിലനിൽക്കുന്നു. അതേപോലെ തന്നെ തിയറി ഹാവ് ടു ഡു അബവ് ഓൾ വിത്ത് പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു ദ വേർഡ്സ് one is using especially their degree of generating and their logical relation. എല്ലാത്തിനും ഉപരി എന്താ അവിടെ പറയുന്നത്, ഒരു സിദ്ധാന്തം തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിയറി ഹാവ് ടു ഡു അബവ് ഓൾ ദ പേയിങ് ക്ലോസ് അറ്റൻഷൻ to the birds. One is using especially their degree of generating and their logical relation. അപ്പൊ ഇവിടെ പിന്നീട് പറയാണ്, സിദ്ധാന്തം എല്ലാറ്റിനും ഉപരി ഒരാൾ ഉപയോഗിക്കാവുന്ന വാക്കുകളിൽ ശ്രദ്ധ ചെലുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് അവയുടെ സമന്വയതയുടെ അളവും യുക്തിസഹമായ ബന്ധങ്ങളും നിലനിർത്തുക എന്നതാണ്. ഇപ്പൊ മെത്തേഡ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, രീതി എന്നതുകൊണ്ട് ഉത്തരങ്ങൾ കൂടുതലോ കുറവോ ഈട് നിൽക്കുന്നതാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സിദ്ധാന്തം. അതേപോലെ തന്നെ സിദ്ധാന്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാറ്റിനും ഉപരി ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധ ചെലുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ സമന്വയതയുടെ അളവും യുക്തിസഹമായ ബന്ധങ്ങളും വ്യക്തമാക്കുക എന്നതുമാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികളെ, ഇതൊന്നും നമ്മളതായ രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഓരോ സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരുടേതായ ടേമും അവരുടേതായിട്ടുള്ള അഭിപ്രായമാണ്, അവരുടെ അഭിപ്രായങ്ങളാണ്. അത് നമുക്ക് മാറ്റം ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ലാംഗ്വേജിൽ പറഞ്ഞു തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്തരങ്ങൾ കൂടുതലോ കുറവോ ഈട് നിൽക്കുന്നതാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി തിയറി എന്നാൽ എന്താണ്, അഥവാ സിദ്ധാന്തം. തിയറി മീൻസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധ ചെലുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് അവയുടെ സമന്വയതയുടെ അളവും യുക്തിസഹമായ ബന്ധങ്ങളെയും പരസ്പരം കോർത്തിണക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടോപ്പിക്കുകളുടെ പേരുകൾ പറഞ്ഞു തരാം. ഒക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻട്രഡക്ഷൻ എടുത്തു, പിന്നെ സോഷ്യോളജിക്കൽ മെത്തേഡ് എടുത്തു, സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് എടുത്തു, സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് എടുത്തു. ആ സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൽ ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, ഇൻ ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ, ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എടുത്തു, സ്ട്രേഞ്ചർ എടുത്തു. അത്രയും സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്നൊരു ടോപ്പിക് എടുത്തു. പിന്നെ യൂസ് ഓഫ് ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞു തന്നു. പിന്നെ മീൻസ് ദ ഹ്യൂമൻ വെറൈറ്റി എന്താന്ന് നമ്മൾ എടുത്തിരുന്നു. അതേപോലെ തന്നെ ബൂമാൻ വാല്യൂസ് ആൻഡ് ആക്ഷൻ എടുത്തു. പിന്നെ ബൂമാൻ്റെ സോഷ്യോളജിക്കൽ എടുത്തു. അതേപോലെ തന്നെ മിൽസിൻ്റെ ഫിലോസഫി ഓഫ് സയൻസും എടുത്തു, തത്വശാസ്ത്രങ്ങൾ. അപ്പം ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വേർഡിലൂടെ നമുക്ക് പറയാൻ കഴിയില്ല. ഇത് അവര് ചിന്തകന്മാർ പറയുന്നതാണ്. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ എഴുതും വേണം. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററൂടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ.